ഈ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ ആദ്യം ഗൂഗിളിൽ പോയിട്ട് വാഗമണിനടുത്ത് ഏതൊക്കെ സ്പോട്ടുകൾ ഉണ്ടെന്ന് ആദ്യം സെർച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സ്പോട്ടാണിത്, KPM ടൂറിസ്റ്റ് വില്ലേജ്. എന്തായാലും വാഗമൺ വന്നിട്ട് ഈ ഹിൽസ് മാത്രം കണ്ടാൽ പോരല്ലോ, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച സ്പോട്ടാണ് ഇത്. അവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ മിസ്സാക്കാനേ പാടില്ല. അതുപോലെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് മോനെ ഫിഷ് കറി, ഞാനൊക്കെ ഉണ്ടാക്കുക ഫിഷ് കറി എന്തിന് കൊള്ളാം അതുപോലെ പറയും. അതുപോലെ ഞങ്ങൾ വാഴയിൽ പൊള്ളിച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ടുള്ളത് കുറേ ഫിഷ് സ്പായും അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റീസും കിഡ്സ് പാർക്കും ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് ഈ ബോൺസായി ഗാർഡൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഈ നമ്മുടെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ വളർച്ചയെ നിയന്ത്രിച്ച് ഒരു ചെറിയ ചട്ടിയിൽ വളർത്തുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ബോൺസായി ഗാർഡൻ എന്ന് പറഞ്ഞാൽ. അത് ഈ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് അവർ ഗാർഡനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ ഒരു പാറയിടക്കിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയത് കൊട്ടവഞ്ചിയിൽ കയറാനാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണിത്. നമുക്ക് അതിനകത്ത് കയറാനായിട്ട് ഒരാൾക്ക് 100 രൂപയാണ് പാസ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫിഷിൻ്റെ ഫീഡും കൂടെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഏതായാലും വാഗമൺ വന്നിട്ട് ഈ ഒരു സ്പോട്ട് മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായി പോയേനെ. അപ്പൊ നിങ്ങൾ വാഗമൺ പോകുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.